നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പല നിയമങ്ങളും കൊണ്ടുവന്നെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. പ്രത്യേകിച്ചും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് പൂർണ്ണമായും എത്തിക്കാൻ സാധിച്ചിട്ടില്ല. നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വനിതാ വികസന കോർപ്പറേഷൻ ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ചന്ദ്രിക മുഖപ്രസംഗം അനൌചിത്യകരമെന്ന് മന്ത്രി KC ജോസഫ്. ലീഗ് നേതൃത്വത്തിന്റെ അഭിപ്രായമല്ലെന്നാണ് കരുതുന്നതെന്നും ജോസഫ്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ. റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും. ടിക്കറ്റ് ചാർജ് വർധന എയർ ഇന്ത്യ ബഹിഷ്കരിക്കുമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. കലാമൂല്യമുള്ള ശില്പങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിലും സ്ഥാപിക്കുമെന്നും അതിന് പണമൊരു തടസ്സമാവില്ലെന്നും മന്ത്രി KC ജോസഫ്. ഇന്നു മുതൽ 7 ദിവസം കോഴിക്കോട് സീക്വൻ ഹോട്ടലിൽ കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ ചിത്രകാരന്മാരുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരന്മാരുടെ കൂട്ടായ്മയാണ് ഒരാഴ്ചക്കാലം കോഴിക്കോട് നടക്കുക. കലാമൂല്യമുള്ള ശില്പങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിലും സ്ഥാപിക്കും. അതിന് പണമൊരു തടസ്സമാവില്ലെന്ന് സാംസ്കാരിക മന്ത്രി KC ജോസഫ്. ഇന്നു മുതൽ 7 ദിവസം കോഴിക്കോട് സീക്വൻ ഹോട്ടലിൽ കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ ചിത്രകാരന്മാരുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിത്രങ്ങളും ശില്പങ്ങളും കേരളത്തിന്റെ സമ്പത്താണ്. അത് പുതുതലമുറയ്ക്ക് കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലാമൂല്യമുള്ള ശില്പങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിലും അത് സ്ഥാപിക്കാൻ മന്ത്രിസഭ മുമ്പോട്ട് പോകുന്നു. മലബാറിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി അത് മാറ്റിയെടുക്കാൻ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകും. കേരളത്തിന്റെ വലിയ സമ്പത്താണ് നമ്മുടെ ചിത്രകലയാണെങ്കിലും ശില്പങ്ങളാണെങ്കിലും നാടൻ കലകളാണെങ്കിലും അതെല്ലാം കേരളത്തിന്റെ വലിയ ഒരു സമ്പത്താണ്. അത് ഭാവിക്ക് വേണ്ടി നിലനിർത്താൻ നമ്മുടെ പുതിയ തലമുറയുമായി ഉള്ള ഒരു ഇന്ററാക്ഷനിലൂടെ ആ സമ്പത്ത് പുതിയ തലമുറ കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഏതായാലും ആ കാര്യങ്ങൾ ഗവൺമെന്റ് വളരെയേറെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ KA ഫ്രാൻസിസ് അധ്യക്ഷം വഹിച്ചു. വൈസ് ചെയർമാൻ പ്രൊഫസർ കാറ്റൂർ നാരായണപിള്ള, സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് മെമ്പർ RK രമേശ് എന്നിവർ സംബന്ധിച്ചു. ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട 12 ചിത്രകാരന്മാരാണ് ചിത്രകലാ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. പ്രശസ്ത മലയാളി ചിത്രകാരൻ അച്യുതൻ കൂടല്ലൂർ, അലക്സ് മാത്യു, RB ഭാസ്കരൻ, ആന്ധ്രയിൽ നിന്നുമുള്ള പ്രശസ്ത ചിത്രകാരൻ DLN റെഡ്ഡി എന്നിവരും ക്യാമ്പിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടെത്തിയിട്ടുണ്ട്. ചിത്രകാരനായ ഫ്രാൻസിസ് കോടങ്കണ്ടത്താണ് ക്യാമ്പിന്റെ കോർഡിനേറ്റർ. സംസ്ഥാന യുവജന കമ്മീഷന്റെ സിറ്റിംഗ് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചു. 1960 നിലവിൽ വന്ന ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ തീരുമാനമുണ്ടായി. 1960 നിലവിൽ വന്ന ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ. റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും യുവജന കമ്മീഷൻ സംഘടിപ്പിച്ച സിറ്റിംഗിൽ പറഞ്ഞു. തൊഴിലാളി ക്ഷേമ നിയമങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നില്ല. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കമ്മീഷൻ നടത്താനും തീരുമാനിച്ചു. തൊഴിൽ നിയമന ലംഘനത്തിൽ ശിക്ഷാ കാലാവധി കുറച്ചു നൽകുന്നതാണ് ഇത്തരം ലംഘനം ആവർത്തിക്കാൻ കാരണമെന്നും കമ്മീഷൻ കണ്ടെത്തി. അതുകൊണ്ട് 1960 കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ വ്യക്തമായ ഭേദഗതി വരുത്തണമെന്ന് യുവജന കമ്മീഷൻ കേരള ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യും.
ഇതിനകത്തുള്ള ആവശ്യമായ ഭേദഗതി ശുപാർശകൾ അത് തൊഴിലാളി യൂണിയന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കമ്മീഷന് സിറ്റിംഗിലൂടെ ലഭിച്ച പരാതികൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഈ ആക്ടിലെ ഭേദഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൂടി കമ്മീഷൻ സമർപ്പിക്കും. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച സിറ്റിംഗിൽ പങ്കെടുത്ത തൊഴിലാളികൾ തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. ഇരിക്കാൻ വേണ്ടി മാത്രമല്ല തൊഴിലാളികൾ സമരം ചെയ്യുന്നത്, നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. വൻകിട വ്യാപാര സ്ഥാപനങ്ങളിൽ ലിഫ്റ്റ് സൗകര്യം പോലും തൊഴിലാളികൾക്ക് നിഷേധിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത്. ലേബർ ഓഫീസർ KM സുനിലും സിറ്റിംഗിൽ പങ്കെടുത്തു. തൊഴിൽ വകുപ്പിന് ജില്ലയിൽ ജീവനക്കാർ കുറവാണെങ്കിലും ഉള്ള ജീവനക്കാരെ വെച്ച് പരിശോധന നടത്തി ന്യൂനതകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തൊഴിൽ വകുപ്പ് കൃത്യമായി നടപടിയെടുക്കും. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ RV രാജേഷ്, കമ്മിറ്റി അംഗങ്ങളായ സുമേഷ് ആന്റോ, P ശിവരാമൻ, അഷ്റഫ് അലി എന്നിവരും പങ്കെടുത്തു. തൊഴിലാളി സംഘടനാ ഭാരവാഹികളായ P ബിജി, ഷെഫീഖ്, KP ബിജുകുമാർ എന്നിവരും സംബന്ധിച്ചു. രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചുകൊണ്ടുള്ള ചന്ദ്രിക മുഖപ്രസംഗം അനൌചിത്യകരമെന്ന് മന്ത്രി KC ജോസഫ്. അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ലീഗ് നേതൃത്വത്തിന്റെ അഭിപ്രായമല്ലെന്നാണ് കരുതുന്നത്. നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് കോൺഗ്രസിനേറ്റ തിരിച്ചടിയെന്നും കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് നീതിപൂർണമായിരുന്നില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഈ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ കാരണം കോൺഗ്രസ് വിലയിരുത്തും. ഒരു തരത്തിലും കോൺഗ്രസ് അധ്യക്ഷയെയോ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനൊരു സമീപനം കോൺഗ്രസിനില്ല. പക്ഷേ പരാജയ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കോൺഗ്രസിന് ചുമതലയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അനൗചിത്യമായി പോയി. കാരണം അത്തരത്തിലുള്ള ഒരു പരാമർശനം ഒരു പാർട്ടിയുടെ മുഹമ്മദ് നടത്താൻ സാഹചര്യം ഉണ്ടാകരുതായിരുന്നു. പക്ഷെ അതൊരു ലീഗിന്റെ നേതൃത്വം അതിന് അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കൂട്ടായിട്ടുള്ള വിലയിരുത്തലിലാണ് UDF മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒഴിവാക്കാമായിരുന്ന പരാമർശമാണ് ചന്ദ്രിക ഉപപ്രസംഗം. ജൂൺ മാസത്തോടെ എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് ഗൾഫ് മലയാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റോക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. യൂറോപ്യൻ സെക്ടറിലെ നഷ്ടം നികത്താനാണ് എയർ ഇന്ത്യ ചാർജ് വർദ്ധിപ്പിച്ചത്. എയർ ഇന്ത്യ മാന്യമായ സമീപനം മലയാളികളോട് കാണിക്കണമെന്നും അദ്ദേഹം ജില്ലാ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. എയർ ഇന്ത്യ ജൂൺ മാസത്തോടെ വീണ്ടും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് ഗൾഫ് മലയാളികളെ ദുരിതത്തിലേക്ക് എത്തിക്കുകയാണ്. സീസൺ ആയതിനാൽ 20% വീണ്ടും ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. എയർ ഇന്ത്യയുടെ ഈ ചൂഷണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റോക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. ഒരു 1.5%, 2% ആണ് സാധാരണ, ഇരട്ടിയാണ് എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ മലയാളികളോട് വാങ്ങുന്നത്. ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന എയർക്രാഫ്റ്റുകൾ കണ്ടം ചെയ്ത എപ്പോഴും ഏത് നിമിഷത്തിലും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള എയർക്രാഫ്റ്റുകളാണ് അവർ ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ മേഖലയിലെ നഷ്ടങ്ങൾ നികത്താനാണ് എയർ ഇന്ത്യ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുൻപും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടായതാണ്. എയർ ഇന്ത്യയിൽ യൂറോപ്യൻ സെക്ടറിനേക്കാൾ ആളുകൾ കൂടുതൽ പോകുന്നത് ഗൾഫ് സെക്ടറിലേക്കാണ്. ഇത് മുതലാക്കിയാണ് എയർ ഇന്ത്യ ചാർജ് വർദ്ധിപ്പിച്ചത്. ഇതെല്ലാം കണക്കിലെടുത്ത് എയർ ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന പ്രഖ്യാപനങ്ങൾ ആദ്യമേ ഉയർന്നിരുന്നു. എന്നാൽ ഗൾഫ് മലയാളികൾ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കുന്ന പൗരന്മാരാണെന്ന നിലക്കെങ്കിലും മാന്യമായ ഒരു സമീപനം ഈ എയർ ഇന്ത്യ നമ്മുടെ ഗൾഫിലെ മലയാളി യാത്രക്കാരോട് കാണിക്കേണ്ടത് ആവശ്യമാണ്. അത് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളി സംഘടനകൾ മലയാളികൾ ചോദിച്ച് എയർ ഇന്ത്യ എന്നേക്കുമായിട്ട് ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഒരു തീരുമാനത്തിൽ എത്തും എന്നതാണ്. കേരളത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗൾഫ് മലയാളികളോട് എയർ ഇന്ത്യ മാന്യമായ സമീപനം കാണിക്കണമെന്നും ഇല്ലെങ്കിൽ മലയാളികൾ ഒത്തുകൂടി ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം ജില്ലാ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. സംസ്ഥാന വികസന കോർപ്പറേഷനും സെന്റർ ഫോർ മാനേജ്മെന്റും ചേർന്ന് സ്ത്രീ സുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചു. വെസ്റ്റ് ഹില്ലിലെ PWD റെസ്റ്റ് ഹൌസിൽ നടന്ന ശില്പശാല കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് നിയമം മൂലം നിർബന്ധമാക്കിയ തൊഴിൽ സ്ഥലങ്ങളിലെ പരാതി സമിതികളെക്കുറിച്ച് സംസ്ഥാന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും സെന്റർ ഫോർ മാനേജ്മെന്റും ചേർന്നാണ് ശില്പശാല നടത്തുന്നത്. വെസ്റ്റ് ഹില്ലിലെ PWD റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു.
വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഉണ്ടായിരിക്കും. പക്ഷെ മോർ ദാൻ ദാറ്റ് സെക്ഷലി അല്ലാതെ ഹറാസ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഹറാസ്മെന്റ് ആണ് അവിടെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുള്ളത് നമുക്ക് ആക്ടിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. CP സൂചിപ്പിച്ച പോലെയുള്ള ജസ്റ്റേഴ്സ്, നോട്ടം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മെന്റലി ഹറാസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനുണ്ട്, വിച്ച് ഐ തിങ്ക് ഈ ആക്ടിൽ ചിലപ്പോൾ ഒരു വലിയൊരു ഡെഫിനിഷനൊന്നും ഉണ്ടായിരിക്കില്ല. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് അധ്യക്ഷം വഹിച്ചു. കേരള NGO യൂണിയൻ വൈസ് പ്രസിഡന്റ് സുജാത കൂടത്തിങ്കൽ, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, KSWDC ഡയറക്ടർമാരായ P ഖദീജ, ലാലി ജോഫിൻ, സുജ ബാലുശ്ശേരി, ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P കുൽസു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരപ്പൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ MG മല്ലിക, ഡോക്ടർ മോളി കുരുവിള, അഡ്വക്കേറ്റ് സുജാത വർഷ എന്നിവർ ക്ലാസുകളെടുത്തു. കവിത എന്ന് പറയുന്ന ഒരു മികച്ച അഭിഭാഷക ഇവരുടെ ജീവിതത്തിൽ തന്നെ പങ്കാളിക്കൂട്ടാണ്. വാർത്തകളിൽ ഒരിടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മലബാറിനെ ശക്തമായ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കുമെന്ന് മന്ത്രി KC ജോസഫ് 2013-14 വർഷത്തെ സംസ്ഥാന ഫോട്ടോഗ്രാഫി ആൻഡ് കാർട്ടൂൺ പ്രദർശനവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2013-14 വർഷത്തെ സംസ്ഥാന ഫോട്ടോഗ്രാഫി ആൻഡ് കാർട്ടൂൺ പ്രദർശനവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളിലും കലാമൂല്യമുള്ള ശില്പങ്ങൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മലബാറിനെ ഏറ്റവും ശക്തമായ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാമ്പത്തിക വർഷം തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും. മലബാറിന്റെ സാംസ്കാരിക തനിമയുടെ കേന്ദ്രമായ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ആ ശ്രമങ്ങളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ MPയുടെ സഹായം അപേക്ഷിക്കുകയാണ്. ചടങ്ങിൽ ഫോട്ടോഗ്രാഫി സംസ്ഥാന പുരസ്കാരം നേടിയ ബഷീർ കാടേരി, ഓണറബിൾ മെൻഷൻ പുരസ്കാരം സ്വന്തമാക്കിയ BS ബിജു, മുഹമ്മദ് സെഫി എന്നിവർക്കും കാർട്ടൂണിൽ സംസ്ഥാന പുരസ്കാര ജേതാവായ K ഉണ്ണികൃഷ്ണൻ, ഓണറബിൾ മെൻഷൻ പുരസ്കാരം ലഭിച്ച ജോയി കുളനട, VR രാഗേഷ് എന്നിവർക്കും മന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ KA ഫ്രാൻസിസ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ, മെമ്പർ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ എന്നിവർ സംബന്ധിച്ചു. ഫോട്ടോഗ്രാഫി കാർട്ടൂൺ പ്രദർശനം മെയ് 31 സമാപിക്കും. മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേക്കാൻ സ്കാനിംഗ് മലബാർ എന്ന പേരിൽ വികസന സെമിനാർ കോഴിക്കോട് മലബാർ പാലസിൽ നടത്തുന്നു. വികസനത്തിൽ മലബാർ കേരളത്തിന് പുറത്തോ എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് വികസന സെമിനാർ. ന്യൂസ് കേരള ദിനപത്രവുമായി സഹകരിച്ചാണ് പരിപാടി. മാധ്യമ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ കൂട്ടായ്മയായ കോഴിക്കോട് വിചാരവേദി സംഘടിപ്പിക്കുന്ന സെമിനാർ മെയ് 24 ശനിയാഴ്ച വൈകിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സെമിനാർ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ മലബാർ മേഖലയോട് കാണിക്കുന്ന അവഗണന വിശദമായി ചർച്ച ചെയ്യും. കൃഷി, വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം, സഹകരണം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലെ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരവും ചർച്ചയ്ക്ക് വിധേയമാക്കും. വികസന രംഗത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, വ്യവസായം, സഹകരണം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും നമ്മുടെ പ്രദേശങ്ങളിലുള്ള പിന്നോക്കാവസ്ഥ, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പരിഹാരങ്ങൾ എന്തെല്ലാമാണ്, ഈ വിഷയമാണ് ഈ സെമിനാർ ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ മലബാർ വികസന സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. മുൻ MP AV അബ്ദുൾ വഹാബ് സപ്ലിമെന്റ് ഏറ്റുവാങ്ങും. മേയർ AK പ്രേമജം,
അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ പുരോഗതിയും ഭക്തജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിനായി ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ക്ഷേമ ട്രസ്റ്റ് നിലവിൽ വന്നു. ക്ഷേത്ര ഭരണസമിതി അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിയിരിക്കുകയാണെന്ന് ക്ഷേത്രക്ഷേമ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോഴത്തെ ക്ഷേത്ര ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ ആസൂത്രിതമായി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറഞ്ഞ് വർഷങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പണി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഉത്സവങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ, വഴിപാട് സംഖ്യ, കല്യാണ മണ്ഡപം, ഹോസ്റ്റൽ, വാടക കെട്ടിടങ്ങൾ എന്നിവയിലെ വരുമാനങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കിൽ കൃത്യമായി ഉൾപ്പെടുത്തുന്നില്ല എന്ന് ക്ഷേത്രക്ഷേമ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. എത്രയോ റെസീറ്റുകൾ മിസ്സായിട്ടുണ്ട് എന്നുള്ളത് ലോക്കൽ ലോ ഫണ്ട് ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 25 ബുക്ക് അടിക്കും, 21 കിട്ടിയിട്ടുള്ളൂ, 4 കിട്ടിയിട്ടില്ല, 25 പൈസ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിയുക ചെയ്തിട്ടുള്ളത്. സ്വർണം പിരിവെടുക്കുന്നതിന്, കൊടിമരത്തിന്റെ സ്വർണം പൂശുന്നതിന് പിരിവെടുക്കുന്നതിന്റെ ഒരു ബില്ലിൽ കൗണ്ടർ ഫയൽ അടക്കം പറിച്ചു പോയിട്ടുണ്ട്. ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗോപുര നിർമ്മാണത്തിന് വാങ്ങിയ സാമഗ്രികളിലും പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്നതിലും ഗുരുതരമായ ക്രമക്കേടുകളാണ് സംഭവിക്കുന്നത്. ഇത് പരിശോധിക്കാനോ കണ്ടെത്താനോ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിക്കുന്നില്ല. ചില ഭാരവാഹികളുടെ ദുഷ്ചെയ്തികളെ ജനസമക്ഷം അവതരിപ്പിച്ച് ഭക്തരെ ബോധവൽക്കരിക്കാനും അഴിമതിക്കും ക്രമക്കേടുകൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ക്ഷേമ ട്രസ്റ്റ് തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. M ഭക്തവത്സലൻ, CM സന്തോഷ് കുമാർ, P മോഹനൻ, OP മാധവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാജിക്കൽ റിയലിസത്തിന് ശബ്ദവും ഭാവവും നിറവും കൊടുത്തത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് ആയിരുന്നുവെന്ന് പ്രൊഫസർ V സുകുമാരൻ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പുസ്തകമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മാർക്കേസ് അനുസ്മരണത്തിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പുസ്തകമേളയോടനുബന്ധിച്ച് മാർക്കേസ് അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ നടന്ന അനുസ്മരണത്തിൽ പ്രൊഫസർ V സുകുമാരൻ വിഷയം അവതരിപ്പിച്ചു. മാജിക്കൽ റിയലിസത്തിന് ശബ്ദവും ഭാവവും നിറവും കൊടുത്തത് മാർക്കേസ് ആയിരുന്നുവെന്ന് V സുകുമാരൻ അനുസ്മരിച്ചു. ഇംഗ്ലണ്ടിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മാർക്കേസിനെ നേരിൽ കണ്ട അനുഭവം അദ്ദേഹം പങ്കുവച്ചു. വേദനിക്കുകയും മുറിപ്പെടുകയും ചെയ്യുന്ന വൻകരയുടെ ശബ്ദമാണ് എന്റേത്, അതിന് ഞാൻ ആരോടും മാപ്പ് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് മാർക്കേസ് പ്രസംഗം ആരംഭിച്ചതെന്നും സുകുമാരൻ ഓർമ്മിച്ചു. ഈ പരിഭാഷയോടുകൂടിയാണ് മാർക്കസിനെ ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. സ്പാനിഷ് ഭാഷയിൽ ആദ്യമായിട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവരും സ്പാനിഷ് ഭാഷയായിട്ട് ബന്ധപ്പെടുന്ന മറ്റു ഭാഷകളിൽ അവഗാഹമുള്ളവരുമായ വായനക്കാരുടെ ലോകത്തിലേക്ക് മാത്രമേ ഈ പുസ്തകം ഇറങ്ങിച്ചെന്നിരുന്നുള്ളൂ. എന്നാൽ ആഗോള ഭാഷയായ ഇംഗ്ലീഷിൽ ഇതിൻ്റെ തർജ്ജമ വന്നപ്പോൾ, ഇതിൻ്റെ വിവർത്തനം വന്നപ്പോൾ ലോകമാസകലം ഒരു പുതിയ പിറവിയുടെ വരവേൽപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ വായനക്കാരുടെ ലോകത്തെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ലൈബ്രറി കൌൺസിൽ വടകര താലൂക്ക് സെക്രട്ടറി N രാജൻ അധ്യക്ഷനായിരുന്നു. നോവലിസ്റ്റ് UK കുമാരൻ സംസാരിച്ചു. ലൈബ്രറി കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K നാരായണൻ സ്വാഗതവും കോഴിക്കോട് താലൂക്ക് പ്രസിഡന്റ് PB മുരളീദാസ് നന്ദിയും പറഞ്ഞു. വാർത്തയിൽ ഒരിടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി നാഷണൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ ഹൃദയ ചികിത്സ നൽകുന്നു. ഹാർട്ട് ടു ഹാർട്ട് എന്ന ചികിത്സാ പദ്ധതികളിലേക്ക് രോഗികളെ തിരഞ്ഞെടുക്കുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 24-ാം തീയതി ശനിയാഴ്ച മാവൂർ റോഡിലെ നാഷണൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 0495272412 നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞ ഉടനെ ഓപ്പറേഷൻ മതി എന്ന് പറഞ്ഞു പോയ ആളുകളിൽ ഭൂരിപക്ഷ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മരുന്ന് മാത്രം കഴിച്ച് മുന്നോട്ട് പോയ ആളുകൾ ഭൂരിപക്ഷ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലാതെ മരുന്ന് ചികിത്സയും ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയ ആളുകൾ, തെറാപ്പറ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് ഇന്റൻസ് ഓർ ഓപ്റ്റിമം മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്ത ആളുകൾ ഓപ്പറേഷൻ ചെയ്ത ആളുകളെക്കാൾ കൂടുതൽ കാലം ജീവിക്കും എന്നുള്ളതാണ് ഇന്ന് പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുള്ളത്. സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് റിക്രിയേഷൻ ക്ലബിന്റെ വാർഷികം മാനാഞ്ചിറ BSNL ഓഫീസിൽ നടന്നു. മാതൃഭൂമി ആർട്ട് എഡിറ്റർ മദനൻ ഉദ്ഘാടനം ചെയ്തു. ടെലികോം ജനറൽ മാനേജർ NK സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് റിക്രിയേഷൻ ക്ലബിന്റെ വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ മാനാഞ്ചിറ റിക്രിയേഷൻ ക്ലബ് ഹാളിൽ നടന്നു. മാതൃഭൂമി ആർട്ട് എഡിറ്റർ മദനൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ടെലികോം ജനറൽ മാനേജർ NK സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി.
അദ്ദേഹം ആർട്ടിസ്റ്റ് മദന് ഉപഹാരം നൽകി. TRC ചെയർപേഴ്സൺ ജീജ നിർമ്മൽ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി ഇ രാജൻ, AGM KV ശശിധരൻ, CAO C ഉഷ, BSNLU ജില്ലാ സെക്രട്ടറി KV ജയരാജൻ, TRC ട്രഷറർ P അശോകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. എല്ലാ മതഗുരുക്കന്മാരെയും ആദരിക്കൽ ഇസ്ലാം മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്നുള്ള സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം അഹമ്മദിയ ജമാഅത്ത് വനിതാ വിഭാഗത്തിന്റെ ലജ്ന ഇമാ ഇല്ലാഹിന്റെ ആഭിമുഖ്യത്തിൽ മതാചാര്യ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതഗുരുക്കന്മാരെയും ആദരിക്കൽ ഇസ്ലാമിന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വനിതാ വിഭാഗമായ ലജ്ന ഇമാ ഇലാഹിന്റെ നേതൃത്വത്തിൽ മതാചാര്യ സമ്മേളനം നടത്തി. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് മാത്രമായുള്ള ഒരു കൂട്ടായ്മയിൽ താൻ പങ്കെടുക്കുന്നത് ഇത് ആദ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കളക്ടർ മതാചാര്യന്മാർ പറഞ്ഞു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നത് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും അഭിപ്രായപ്പെട്ടു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മതസമൂഹങ്ങളും ഒക്കെ ഇണചേർന്ന് കൂട്ടിച്ചേർന്ന് കലർന്നു കിടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ച് നമ്മൾ വളരെ നല്ലതായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ നല്ലൊരു സിസ്റ്റത്തിൽ കൂടെ നമ്മൾ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന നല്ലൊരു മോഡൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സാജിദ നൂറുദ്ദീന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ മുബഷിറ നൌഫൽ മൈത്രി ഗാനം ആലപിച്ചു. ചടങ്ങിൽ ഫാത്തിമ ഹജുമയെ ആദരിച്ചു. ലജ്ന ഇമാ ഇല്ലാഹയുടെ ദക്ഷിണ ഭാരത മേഖല അധ്യക്ഷ M നുസ്രത്ത് മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. സ്ത്രീ ചേതന ജനറൽ സെക്രട്ടറി ഡോക്ടർ KS ജയശ്രീ, ഡോക്ടർ ഗദിജ മുംതാസ്, സിസ്റ്റർ വിമല ജോസ്, ജമീല മുസഫർ, ജില്ലാ മേഖലാ അധ്യക്ഷ സിദ്ദിഖ സയ്യിദ്, സാജിദ മുസഫർ എന്നിവർ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. കല്യാൺ സിൽക്സിന്റെ 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ ബമ്പർ സമ്മാന ജേതാവിനെ സംവിധായകൻ T സിദ്ദിഖ് തെരഞ്ഞെടുത്തു. കൊച്ചി ഷോറൂമിൽ നടന്ന സമാപന ചടങ്ങിൽ കൊച്ചി സ്വദേശിയായ കിരൺ സുരേഷാണ് ബമ്പർ സമ്മാനമായ 101 പവൻ നേടിയത്. മന്ത്രി K ബാബു, P രാജീവ് MP, ഹൈബി ഈഡൻ MLA, ഡൊമിനിക് പ്രസന്റേഷൻ MLA, R കൃഷ്ണകുമാർ, ജില്ലാ കളക്ടർ രാജമാണിക്യം, കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വീക്ക്ലി പ്രൈസായ ടയോട്ടോ ലീവ കാർ, ഡെയിലി പ്രൈസുകളായ ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയുടെ വിജയികളെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പും ഇതോടൊപ്പം നടന്നു. സമ്മാന പദ്ധതിയിലൂടെ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങളാണ് കല്യാൺ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയതെന്ന് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ പറഞ്ഞു. Kevin Suresh, coupon number 38556, Hospital Road, Cochin. ഞങ്ങളുടെ ഈ സമ്മാന പദ്ധതി വളരെയധികം വിജയകരമാക്കിയ എല്ലാവർക്കും ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. വീണ്ടും നിങ്ങളുടെ സഹായത്തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലബാർ ഹോസ്പിറ്റലും ചിത്രാഞ്ജലി ആർട്ട് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുട്ടികളിൽ കൂടിവരുന്ന പുകവലി എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചും നിഷ്ക്രിയ പുകവലിയെക്കുറിച്ചും പുകയില സമ്മാനിക്കുന്ന ജന്യരോഗങ്ങളെക്കുറിച്ചും ക്ലാസ് സംഘടിപ്പിക്കുന്നു. അധ്യാപകർക്കായി നടത്തുന്ന ക്ലാസ് 28-ന് വൈകിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ള ടീച്ചർമാർ 9895234333 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഹാജറിലെ കൃത്രിമവും അനധികൃത വിദേശയാത്രയെയും ബന്ധപ്പെട്ട് വകുപ്പുതല അച്ചടക്ക നടപടിക്ക് വിധേയനായ KNM സംസ്ഥാന സെക്രട്ടറിയും അരീക്കോട് സുല്ലമുസ്ലാം അറബിക് കോളേജ് ലെക്ചറും മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ M അബ്ദുറഹ്മാൻ സലഫിയെ KNM-ൽ നിന്നും മാറ്റി നിർത്തി പ്രസ്ഥാനത്തിന്റെ അന്തസ്സും അഭിമാനവും നിലനിർത്താൻ സംഘടനാ നേതൃത്വം തയ്യാറാകണമെന്ന് KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ M അബ്ദുൽ അസീസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൃത്രിമ രേഖ ചമച്ച് സർക്കാരിനെ പോലും വഞ്ചിച്ച് എന്ന് വിജിലൻസ് കണ്ടെത്തിയ M അബ്ദുറഹ്മാൻ സലഫി KNM പ്രസ്ഥാനത്തിന്റെയും സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത് മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഭൂഷണമല്ലെന്നും ഡോക്ടർ M അബ്ദുൽ അസീസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചന്ദ്രിക മുഖപ്രസംഗം അനൌചിത്യകരമെന്ന് മന്ത്രി കെ.സി. ജോസഫ്. ലീഗ് നേതൃത്വത്തിന്റെ അഭിപ്രായമല്ലെന്നാണ് കരുതുന്നതെന്നും ജോസഫ്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ. റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും. ടിക്കറ്റ് ചാർജ് വർധന എയർ ഇന്ത്യ ബഹിഷ്കരിക്കുമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.